ലുലു പോയി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, നേരെ ഞങ്ങൾ ആദ്യം പോകുന്നത് ആ ഫിഷ് ടാങ്കിൻ്റെ അടുത്തോട്ടാണ്. ആ ഫിഷ് ടാങ്കിന് ഒരു കഥ പറയാനുണ്ട്. അതിനകത്ത് കിടക്കുന്ന ഷാർക്കിനകത്ത് ഒരു ഷാർക്ക് നമ്മുടെയാണ്. കാരണം എന്താണ്, നമുക്ക് 2 ഷാർക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ഒരെണ്ണം ചത്തുപോയി. രണ്ടാമത്തെ ഷാർക്കിനെ വളർത്താൻ പറ്റിയ വലിയ ടാങ്ക് ഇല്ലാഞ്ഞപ്പം നമ്മൾ ആ ഷാർക്കിനെ കൊണ്ട് ലുലു കൊടുത്തു. അതുകൊണ്ട് എന്ത് വേണ്ടു, മക്കൾ ചെല്ലുമ്പോഴേ ചോദിക്കും, അമ്മ ഇതിനകത്ത് ഏതാ നമ്മുടെ ഷാർക്ക്. ഞാൻ ഏതിനേലും ഒന്ന് കാണിച്ചിട്ട് പറയും അതാണ് നമ്മുടെ ഷാർക്ക്. അപ്പം ലുലു കിടക്കുന്നതിനകത്ത് ഞങ്ങൾക്കും ഉണ്ട് ഒരു ഷാർക്ക് കേട്ടോ. അങ്ങനെ ആ ഷാർക്കിനെ എല്ലാം കണ്ടതിന് ശേഷം സാധനങ്ങൾ ഓരോന്നോരോന്നായി പെറുക്കാൻ ഞങ്ങൾ തുടങ്ങി. ദേവക്കുട്ടനും ഉണ്ണിക്കുട്ടനും ഉറപ്പാക്കി അവരുടെ സാധനങ്ങളൊക്കെ മേടിച്ചു റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അതേ നമുക്ക് ഉണ്ണിക്കുട്ടൻ ഓൾറെഡി ചിപ്സ് ഓപ്പൺ ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത് കവർ കൊടുത്തത് ബില്ലടിക്കുകയും ചെയ്യാം. അങ്ങനെ അച്ചമ്മ പരിപ്പും പയറും സാധനങ്ങളും എല്ലാം പെറുക്കുവാണ്, ഓരോന്നോരോന്നേ നോക്കി പെറുക്കുക. അപ്പം ഉണ്ണിക്കുട്ടനും പറയുന്നുണ്ട്, ഇങ്ങനെ തന്നാൽ മതി അച്ചമ്മ, ഞാനിതെല്ലാം എടുത്ത് വെച്ചോളാം. സാധനങ്ങൾ പെറുക്കിയതിന് ശേഷം പച്ചക്കറി സെക്ഷനിലോട്ട് പോയി. അവിടുന്ന് വേണ്ട സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നായി പെറുക്കുന്നുണ്ട്. എന്തോ ദേവക്കുട്ടി എല്ലാവരും ഹെൽപ്പ് ചെയ്തു കേട്ടോ. ദേവക്കുട്ടി, ഉണ്ണിക്കുട്ടനും അച്ചമ്മയും ഞാനും എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചു. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ നമ്മൾ വാട്ടർമെലനെ കുറിച്ച് പറയണമല്ലോ. ചൂടാണേ എന്ന് എപ്പോഴും പറയുന്നത് ഞാൻ വാട്ടർമെലൻ ഇല്ലാതെ പോരത്തില്ല. പിന്നെ ദേവുമോൾക്ക് ഏറ്റവും ഇഷ്ടമാണ് പൈനാപ്പിളിനെ കുറിച്ച് പറയുമ്പോൾ ആ ബോക്സിലെടുത്തിട്ട് എന്നോട് ചോദിക്കുക, അമ്മ ഇത് നിറച്ച് എടുക്കണോ, അത് വലിയ ബോക്സ് എടുക്കണോ, അങ്ങനെയാണ് ചോദിക്കുന്നത്. പിന്നെ തൈരും മസ്റ്റ്. ഇവിടെ തൈരില്ലാതെ വണ്ടി ഓടത്തില്ല. അങ്ങനെ സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഓർക്കുന്നത് എള്ള് വാങ്ങിച്ചില്ലല്ലോ എന്നുള്ള കാര്യം. ഞാനും അച്ഛമ്മയും കൂടെ കൂലങ്കുഷമായിട്ട് അവിടെ എള്ളാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. വെളുത്ത എള്ള് കിട്ടി, പക്ഷേ കറുത്ത എള്ള് കിട്ടിയില്ല. അങ്ങനെ എള്ള് തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശനിയാഴ്ച ദിവസം ഈവനിങ്ങിൽ എള്ളുതിരി കത്തിക്കാറുണ്ട്. അമ്മമ്മ പഠിപ്പിച്ച ഒരു സ്വഭാവമാണ് കേട്ടോ. അമ്മമ്മ പഠിപ്പിച്ചു, നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തോ എനിവേ അങ്ങനെ പോയി സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ബില്ലടിക്കാൻ പോയപ്പോഴാണ് ഓർത്തത് ഉണ്ണിക്കുട്ടൻ്റെ ക്രീം തീർന്നെന്ന്. അങ്ങനെ ഉണ്ണിക്കുട്ടനുള്ള ക്രീമും എടുത്ത് ഡോണറ്റിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേന് ദേവി ചേച്ചി ഉണ്ണിക്കുട്ടന് അവർക്ക് ആവശ്യമായ ഡോണറ്റും മേടിച്ച് കരസ്ഥമാക്കി കേട്ടോ. അങ്ങനെ അച്ചമ്മ തപ്പിക്കൊണ്ടിരിക്കുന്ന എള്ളാണ് കേട്ടോ, എള്ളുണ്ട. അച്ചമ്മ എപ്പോഴും പറയും കറുത്ത എള്ളുണ്ട വേണം. നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് കിട്ടുന്ന എള്ളുണ്ടയ്ക്ക് എന്താ പറയുക, അത് അത്ര പോരെന്നും പറഞ്ഞ് അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് ബില്ല് കണ്ടല്ലോ, ദേവുമോളുടെ അതേ നീളം, ദേവുമോളെക്കാട്ടിലും നീളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങി വണ്ടിയിലോട്ട് എടുത്തു വെക്കും. ഭയങ്കര ചൂട് കാരണം ഞാൻ പറയുന്നുണ്ട് മക്കളോട്, 2 പേരും വണ്ടിക്കകത്ത് കയറിയിരുന്നു, ഇവിടെ വെയിൽ കൊള്ളണ്ട, പക്ഷെ പറ്റത്തില്ല. അപ്പോൾ വണ്ടി അതുവഴി വരാതിരിക്കും, ഞാൻ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് സാധനങ്ങളെല്ലാം പെറുക്കി കൂട്ടി നമ്മൾ പോരുകയാണ്. നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ, എവിടെ പോയി സാധനം മേടിച്ചാലും എന്തെങ്കിലും ഒന്ന് മറക്കും. അങ്ങനെ മറന്ന സാധനങ്ങൾ അടുത്തുള്ളൊരു ഷോപ്പുണ്ട്, ശാരീന്ന് ഞാൻ പറയാറുണ്ടല്ലോ അല്ലേ, ആ അടുത്തുള്ള ഷോപ്പിൽ കയറി അതും വാങ്ങിച്ചു. പിന്നെ നേരെ വീട്ടിലോട്ട് പോന്നു. സാധനങ്ങളെല്ലാം താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ വെച്ചു. വലിയ ടാസ്ക് എന്നാന്ന് വെച്ചാൽ വീട്ടിലെത്തിക്കുക എന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്. ഈ സാധനങ്ങളെല്ലാം പച്ചക്കറികളും വീട്ടിലോട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. 1 മാസത്തേന് ഓടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അടുത്തുള്ള ഷോപ്പിലോട്ട് പോയി ബാക്കിയൊക്കെ വാങ്ങിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അവിടുന്ന് ഒരു ഗ്രിൽ ചിക്കൻ വാങ്ങിച്ചായിരുന്നു. കോഴിക്ക് 2 കാലുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെ കാലിന് ഇവിടെ വലിയ ഗുസ്തി നടക്കും. അങ്ങനെ അന്ന് ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്